അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഈ ആദ്യ സമയത്ത് തന്നെയുള്ള ഒരു വിചാരം, എന്തിനു വേണ്ടിയാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്? നമ്മെ പട്ടിണിക്കിടാൻ വേണ്ടിയാണോ? നമ്മൾ പട്ടിണി കിടന്നത് കൊണ്ട് യജമാനനായ റബ്ബിന് എന്തു ലാഭമാണ് ലഭിക്കാനുള്ളത്? പട്ടിണി കിടന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതെ മറ്റു പല സൗകര്യങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ ഒഴിവാക്കി രാത്രി പിന്നെ 20 റക്അത്ത് തറാവിഹ് നിസ്കരിച്ച് നേരത്തെ എഴുന്നേറ്റ് രാത്രി വൈകി ഉറങ്ങി ഇങ്ങനെ ഒരു മാസക്കാലം ഒരു കഷ്ടപ്പാടിന്റെ കാലമാക്കാൻ വേണ്ടിയാണോ പടച്ച റബ്ബ് നമുക്ക് ഈ റമദാനിനെ ഇങ്ങനെ സംവിധാനിച്ചിട്ടുള്ളത്? അല്ല. ഉടമയായ റബ്ബ് അടിമകളാകുന്ന നമ്മുടെ വിധേയത്വത്തിന് പരിശോധിക്കുകയാണ്. നമ്മൾ എത്രത്തോളം ആ ഉടമക്ക് കീഴ്പ്പെടുമെന്ന് അറിയാൻ വേണ്ടിയുള്ള പരീക്ഷണമാണ് റമദാൻ മാസം. അപ്പൊ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ നിയ്യത്തുകൾ എന്താണ് എന്നതിനനുസരിച്ചാണ് നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നത്. നാട്ടുകാരൊക്കെ നോമ്പ് നോൽക്കുന്നത് കൊണ്ട് ഞാനും നോമ്പ് നോൽക്കുന്നു. ഈ റമദാനിൽ ഏതായാലും ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് നോമ്പ് അങ്ങനെ അങ്ങോട്ട് പോവട്ടെ, പണ്ടേ നോമ്പ് നോൽക്കുന്നു ഇനിയും നോമ്പ് അങ്ങനെ നോൽക്കുന്നു എന്നതിലപ്പുറത്ത് യജമാനനായ റബ്ബിന് വേണ്ടി പരിപൂർണമായി കീഴ്പ്പെടുന്ന, അവന് വേണ്ടി പരിപൂർണമായി വഴിപ്പെടുന്ന ഒരു നല്ല കാലമായി നമ്മുടെ റമദാൻ മാറണം. യജമാനനായ റബ്ബ് പൂർണ്ണമായി അവിടുത്തേക്ക് വഴിപ്പെടുന്ന അടിമകളിൽ നമുക്ക് കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.